കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ, സംശയങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഇപ്പം നവീൻ ബാബുവിൻ്റെ സഹോദരൻ അനുമതി നൽകിയത് കൊണ്ടാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതെന്നൊക്കെ പോലീസ് കോടതിയിൽ സത്യവാങ്മൂലം നൽകി. പക്ഷെ അത് തെറ്റാണെന്ന് അവരുടെ സഹോദരൻ തന്നെ പറഞ്ഞു. ഇപ്പം നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടെന്ന് പറഞ്ഞു. ഇത് മറച്ചു വെക്കുന്നു. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പല കാര്യങ്ങളും മറച്ചു വെക്കുന്നു. അപ്പോൾ ദിവ്യ അതിനെതിരെ വരുന്നുണ്ട്. ദിവ്യ പറയുകയാണ്, തനിക്കെതിരെ പല മാധ്യമങ്ങളും വളരെ മോശമായ, അപകീർത്തികരമായ പല പ്രസ്താവനകളും നടത്തി. ചില സമൂഹ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. കലാപാഹ്വാനം നടത്തിയെന്ന് വരെ പോലീസ് FIR രേഖപ്പെടുത്തിയെന്നാണ് കേൾക്കുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? തീർച്ചയായും ശ്രദ്ധിച്ചിരുന്നു. അതായത് സിനുജി, നമ്മളെ അറിയപ്പെടുന്ന ചില ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുണ്ട്. വളരെ കൃത്യമായി സത്യസന്ധമായി വാർത്തകൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങളെക്കാൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും സോഷ്യൽ മീഡിയകളുമാണ്. ഇന്ന് ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ പോലും അത് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ PP ദിവ്യയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിൻ്റെ മരണം വന്ന സമയം മുതൽ നമ്മൾ ഉൾപ്പെടെ പല ആളുകളും കൃത്യമായി ഈ വിവരത്തെ സത്യസന്ധമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തെറ്റാര് ചെയ്താലും ആ തെറ്റിന് ശിക്ഷ കിട്ടണം എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ നിന്നിട്ടുള്ളത്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണമെന്നുള്ള തന്നെ ഉറച്ച ബോധ്യത്തോടു കൂടി നമ്മൾ അവരുടെ ഭാഗത്ത് നിന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഈ നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട് ദിവ്യ കാണിച്ച കാര്യങ്ങൾ, അതായത് ദിവ്യ അവിടെ പോകുന്നു, ക്ഷണിക്കാത്ത ചടങ്ങിലേക്ക് പോയി അദ്ദേഹത്തെ അത്രമേൽ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഈ പ്രശാന്തന് ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ കള്ളപ്പരാതികൾ കൊടുക്കുന്നു. ഇതൊക്കെ സത്യസന്ധമായി പറഞ്ഞതിൻ്റെ പേരിൽ ഓൺലൈൻ മാധ്യമപ്രവർത്തകർക്കെതിരെയും കേസ് കൊടുക്കുക. കേസ് കൊടുക്കുന്നത് തന്നെ അധിക്ഷേപിച്ചു, താൻ ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു, തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നു, തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുക്കുന്നത്. കേസ് കൊടുത്തത് അവരുടെ ഭർത്താവാണ്. അവർ നേരിട്ട് കൊടുത്തതല്ല, അവരുടെ ഭർത്താവിനെ കൊണ്ടാണ് കേസ് കൊടുപ്പിച്ചത്. കേസ് കൊടുപ്പിച്ചപ്പോൾ പോലീസിന് ഈ ദിവ്യയേക്കാൾ ഒരു പടി മുന്നിൽ കടന്നുകൊണ്ട് ഇവരെല്ലാം പൂട്ടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു വിചിത്രമായ ഒരു വകുപ്പ് കൂടെ ഇതിൽ ചേർക്കുകയാണ്. അതായത് ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകന് നേരെ, രാജൻ ജോസഫ് എന്നറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നേരെ ഈ കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നു. ഈ ഡിവൈഡിങ് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കാനുള്ള ശ്രമം, രണ്ട് സംഘടനകൾ തമ്മിൽ, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വിഭജനം ഉണ്ടാക്കുകയും അത് കലാപത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് ഗുരുതര വകുപ്പിട്ടെടുക്കുന്നു. മറ്റേത് ഒരു ചെറിയ വകുപ്പാണ്. അങ്ങനെ ഗുരുതര വകുപ്പിട്ട് കേസെടുക്കുന്ന സമയത്ത് ഇത് ഏത് രീതിയിലാണ് ഇത്തരത്തിലൊരു കേസെടുത്തത് എന്നുള്ളതാണ് എല്ലാവരും നമ്മളൊക്കെ ഇങ്ങനെ നോക്കിയത്. അദ്ദേഹം ജാമ്യവുമായി ബന്ധപ്പെട്ട് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തന്നെയാണ് സമീപിച്ചത്. ആ കോടതി കേസ് ഇന്നലെ പരിഗണിച്ചു. കോടതി കേസ് പരിഗണിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചതിൽ കുറച്ച് കഴമ്പുണ്ട്, കുറച്ച് കൂടിയ രീതിയിലാണ് ഇദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അത് സ്ത്രീക്ക് ഭരണഘടന കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ, ആ പ്രിവിലേജിനെ മറികടക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ അത് ജാമ്യം കിട്ടാതിരിക്കാനുള്ള വകുപ്പൊന്നുമല്ല, ജാമ്യം കിട്ടും എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കോടതി പോലീസിനെതിരെ പൊട്ടിത്തെറിച്ചു. കാരണം നിങ്ങൾ ഏത് വകുപ്പിട്ടാണ് ഈ ഡിവൈഡിങ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കുന്നു, വിഭജനം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ ഇങ്ങനെ കേസെടുക്കുന്നത്? എന്തർത്ഥത്തിലാണ്, എന്തും ചെയ്യാമോ എന്നാണ് കോടതി പോലീസിനോട് ചോദിച്ചത്. പോലീസിനും പ്രോസിക്യൂഷനും വളരെ കൃത്യമായി ഒരു മറുപടിയും ഇതിൽ പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്നലത്തെ ഒരു സംഭവമായി പറയുന്നത്. അതായത് പ്രോസിക്യൂഷൻ ഒന്നും പറയാതിരുന്നു, പ്രോസിക്യൂഷന് മറുപടിയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അപ്പം ഈ സർക്കാർ, CPM-ൻ്റെ സർക്കാരും CPM-ഉം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് നേരെ എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളിൽ പെടുത്തി അകത്തിടാനുള്ള ശ്രമം. പക്ഷേ തുടർച്ചയായി ചില മാധ്യമപ്രവർത്തകരൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടന്നുവെങ്കിലും ഇതൊക്കെ പാളിപ്പോകുന്നു. ഈ കോടതികളിലാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയില്ല. കോടതികളിൽ ഇന്നും നീതിമാന്മാരായിട്ടുള്ള നീതിയുക്തമായി കാര്യങ്ങൾ പഠിക്കുന്ന ജഡ്ജിമാരുള്ളത് കൊണ്ട് ഇപ്പോഴും അത്തരം കാര്യങ്ങളിലെല്ലാം പാളിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില ആളുകളൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ സർക്കാർ നടത്തുന്നുണ്ട്. ആരാണിത് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, സ്വാതന്ത്ര്യം, ജനാധിപത്യം, ഈ സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം ഉയർത്തുന്നവർ, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വളരെ വലിയ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ. അപ്പോൾ ഇതൊക്കെ പറയുന്ന ആളുകളാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇത്തരം അഭിപ്രായം പ്രകടിപ്പിച്ചതിൻ്റെ രീതിയിൽ നമ്മൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി യാതൊന്നും ആരും സംസാരിക്കുന്നില്ല. അങ്ങനെ സംസാരിച്ചാൽ കൃത്യമായി കേസെടുക്കാവുന്നതാണ്. പക്ഷെ അതിനുള്ളിൽ നിന്നുകൊണ്ട് ഇവരെ എതിർക്കുന്നവരെ പോലും
ഇവരെന്ത് ചെയ്യുകയാണ്, വേട്ടയാടുന്നു എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരമായ കാര്യം എന്ന് പറയുന്നത്. ഇവർ തന്നെയാണ് ഈ എന്താണ് ഒരു നിയമം പാസ്സാക്കിയത്. അതായത് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ നമ്മളൊരു പ്രതികരണം നടത്തുകയാണെങ്കിൽ അതിനെതിരെ ഗുരുതരമായ വകുപ്പിടാവുന്ന ഒരു നിയമം സർക്കാർ പാസ്സാക്കിയിരുന്നു. അത് എതിർപ്പ് മൂലം സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകൾ എതിർത്തത് മൂലം അത് ഒന്ന് പുറകോട്ട് പോയി. ഇത്തരത്തിൽ ദിവ്യയുമായി ബന്ധപ്പെട്ട് ദിവ്യയുടെ കേസിൽ ദിവ്യയെ സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞ ഗവൺമെന്റ് തന്നെ ദിവ്യയോടൊപ്പം നിൽക്കുന്നു. ദിവ്യയുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം തന്നെ അവർ ഒരു ആത്മഹത്യാ പ്രേരണയിലേക്ക് മാത്രം ഒതുക്കി അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പോകുന്നത്. എന്തായാലും ഈ മാധ്യമങ്ങൾക്കെതിരെയുള്ള കാര്യത്തിൽ എന്തായാലും പണി കിട്ടി. പക്ഷേ ദിവ്യയുടെ കാര്യത്തിലും CPM പണി കിട്ടുമോ? അല്ലെ, ഇപ്പൊ കലാപാഹ്വാനം നടത്തി എന്ന് പറഞ്ഞിട്ട് പോലീസ് ഒരു വകുപ്പ് ചേർത്താൽ എത്ര ഗുരുതരം അല്ലേ? അപ്പൊ ഇപ്പോഴും PP ദിവ്യയെ സംരക്ഷിക്കുന്നു. അപ്പൊ PP ദിവ്യ എന്ന് പറയുന്നത് കണ്ണൂരിലെ CPM വേണ്ടപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയ ദിവ്യ ഇപ്പം സ്ഥിരം സമിതി അതിലേക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ദിവ്യയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നിലപാടെടുത്തിട്ട് മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരിയുന്നു. അപ്പം ഒറ്റപ്പെട്ട രീതിയിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നതാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പൊ ഓൺലൈൻ മീഡിയ അല്ലെ. ഓൺലൈൻ മീഡിയ കൃത്യമായ കാര്യങ്ങൾ പറയും. കാരണം അവർക്ക് പരസ്യദാതാക്കളെ സംരക്ഷിക്കേണ്ട കാര്യമില്ല അല്ലെ, ചില രാഷ്ട്രീയക്കാരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് സത്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയും. ഇനി തെറ്റ് പറ്റിയെന്ന് വെച്ചോ, കൃത്യമായിട്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവർ അത് പറയും, ഇത് പറഞ്ഞത് തെറ്റാണ്, അത് ഞങ്ങൾ തിരുത്തുന്നു എന്ന് പറയും. പക്ഷെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ, പത്രങ്ങളായിക്കോട്ടെ, ചാനലുകളായിക്കോട്ടെ, ആരും ആ നിലപാട് സ്വീകരിക്കുന്നില്ല. അപ്പൊ ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് ദിവ്യ ആവശ്യപ്പെട്ടു. കേട്ട വാദി കേൾക്കാത്ത വാദി പോലീസ് പറയുകയാണ് കലാപാഹ്വാനം നടത്തുന്നത്. എന്ത് കലാപാഹ്വാനം? ഇവിടെ ഒരു വശത്ത് നിൽക്കുന്നത് CPM എന്ന് പറയുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മറുവശത്ത് നിൽക്കുന്നത് നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ADM, അദ്ദേഹത്തിന്റെ കുടുംബം. അവരും CPM എന്ന പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ. ഇത് ആര് തമ്മിലാ കലാപാഹ്വാനം? അപ്പോ ഈ പറയുന്നതിനകത്ത് പൊള്ളത്തരെല്ലാം പുറത്തു വരുന്നു. മാത്രമല്ല നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ പോലീസിനെ പ്രതികൂട്ടി നിർത്തുകയാണ്. കാരണം പോലീസ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുമ്പോഴാണ് ആദ്യമായി ഈ വിവരം നവീൻ ബാബുവിന്റെ കുടുംബത്തെ അറിയിക്കുന്നത്. പക്ഷെ അവരുടെ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ എന്താ ഉള്ളത്? ഇൻക്വസ്റ്റ് നടപടികൾ നടത്താനായിട്ട് നവീൻ ബാബുവിന്റെ സഹോദരന് അനുമതി നൽകി. അവിടെ അത് പൊളിഞ്ഞ് ഈ നവീൻ ബാബുവിന്റെ സഹോദരൻ ചോദിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് PP ദിവ്യയുടെ ഭർത്താവ് ഈ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും പരിയാരത്ത് വെച്ച് ഈ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ഈ സഹോദരനും ബന്ധുക്കളും ആവശ്യപ്പെട്ടു. മാത്രമല്ല കളക്ടർക്ക് പരാതി നൽകി. ഇവരുടെ ആവശ്യം അത് കോഴിക്കോട്ട് വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാ. ഒന്നും നടന്നില്ല. കൃത്യമായിട്ട് ഈ പറയുന്ന പരിയാരത്ത് വെച്ച് പോസ്റ്റ്മോർട്ടം നടന്നു. ഇപ്പൊ പുറത്തു വരുന്ന വിവരം എന്താ? നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല മർദ്ദനമേറ്റതോ അല്ലെ രക്തക്കറ വന്നതിൻ്റെയോ അല്ലെ മറ്റെന്തെങ്കിലും പാടുകൾ ഉണ്ടായിരുന്നോ, ഒന്നും വരുന്നില്ല. അപ്പൊ എവിടെയോ കള്ളക്കളി നടത്തും. ഈ ദിവ്യയുടെ കാര്യത്തിൽ ഇത്രയും കള്ളക്കളി നടത്തുന്നത് എന്തിനാണ് CPM? പൊതുസമൂഹത്തിൽ അല്ലെ സാധാരണ ജനങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും ഇതിനകത്ത് ഒരുപാട് മാനിപ്പുലേഷൻസ് നടന്നിട്ടുണ്ട്. പോലീസ് കള്ളത്തരം കാണിക്കുന്നു CPMലെ ചില നേതാക്കൾക്ക് വേണ്ടി, എസ്പെഷ്യലി PP ദിവ്യ എന്ന് പറയുന്ന നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ ഒരു യുവതിക്ക് വേണ്ടി. ആ യുവതി പറയുകയാണ്, എന്നെ സ്ത്രീ എന്ന നിലയിൽ വളരെയധികം അധിക്ഷേപിച്ചു. പക്ഷെ അവരൊന്ന് ആലോചിക്കണമായിരുന്നു, അവർ ഒരു പുരുഷനെ കളിയാക്കുമ്പോൾ അപഹസിക്കുമ്പോൾ അവർക്കും ഒരു ഭാര്യയും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. അത് സ്ത്രീകൾ തന്നെയാണല്ലോ. ഇയാളൊരു കൈക്കൂലിക്കാരനാണെന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇവിടെ കാണിച്ചുള്ള കാര്യങ്ങൾ ഇനി പോകുന്ന സ്ഥലത്തും കാണിക്കാതിരിക്കാൻ ശ്രമിക്കണേ എന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹത്തിന് ഇവിടെ മൊമെന്റോ കൊടുക്കുമ്പോൾ ഞാൻ ഉണ്ടാവില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പരിഹസിക്കല്ലേ, ഒരു മനുഷ്യനെ പരിഹസിച്ച് അപഹസിച്ച് ഇത്രയും ചെയ്തിട്ട് ആ ദിവ്യക്കെതിരെ ഏതാണ്ട് 14-15 ദിവസം കഴിയുമ്പോഴാണ് പോലീസ് കണ്ടെടുക്കുന്നത് അല്ലേ? അതുവരെ ദിവ്യ അറസ്റ്റ് ചെയ്യുന്നത്. അത്രയും നാൾ പ്രൊട്ടക്ട് ചെയ്ത പോലീസ് ഇപ്പം നേരെ ദിവ്യയുടെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് എപ്പോ ഈ ദിവ്യ പിടിയിലാകുന്നതിന് മുമ്പ് എത്രയോ ദിവസം ദിവ്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. നമ്മൾ തന്നെ പലതവണ ചർച്ച ചെയ്തില്ല. എന്നിട്ട് ഈ ദിവ്യ അറസ്റ്റിലായി. അതിനുശേഷം ഇപ്പം വലിയ മാന്യത ചമഞ്ഞ് പുറത്തു വന്നിട്ട് പറയുകയാണ്, എന്നെ പൊതുമധ്യത്തിൽ സ്ത്രീ എന്ന പരിഗണന നൽകാതെ അപമാനിച്ചു, മാത്രവുമല്ല സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. എങ്ങനെയാണ് ഈ അങ്ങനെയല്ലേ ചോദിക്കേണ്ടത്? ഈ ഏത് തരത്തിലും, അതായത് അവർക്ക് ഒരു പുരുഷന് എന്തും പറയാം, ഒരാൾ എന്തും പറയാം, എന്നിട്ട് അയാളുടെ മരണത്തിന് കാരണമാകാം. അത് പറയുന്നവരാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത്. തെറ്റ് ചെയ്താൽ ആരായാലും നമ്മൾ പറയേണ്ടത് പറയും. അതെ.